Hi friends, welcome back to our channel Salt and Pepper. ഇന്ന് നമുക്ക് പൊട്ടറ്റോ വെഡ്ജസ് ഉണ്ടാക്കാം. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള എന്ത് വിഭവമാണെങ്കിലും അല്ലേ, നല്ല ടേസ്റ്റി അല്ലേ. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കാം നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് പൊട്ടേറ്റോസ് ഇതുപോലെ കണ്ടോ, ചെറുതെങ്കിൽ ചെറുത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് നിങ്ങൾ എടുക്കുക. വേഗം നോക്കി എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇതിന് നമ്മൾ തൊലി കളയത്തേയില്ല, നന്നായിട്ട് ഇവനെ അങ്ങ് വാഷ് ചെയ്തെടുക്കും. ഓക്കെ, എൻ്റെ പൊട്ടേറ്റോ ഞാനിതോട് വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ച് ദിവസങ്ങളായിരുന്നു. അതിന് പതുക്കെ മുള പൊട്ടാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അത് തന്നെ മടുത്തം തോന്നുന്നു, സഹിയിട്ട് ഞാൻ അടുത്തില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു മുള ഇതിൽ ഞാൻ കണ്ടു, ഞാൻ കളഞ്ഞു. ഇനിയിപ്പോൾ അവരുടെ ക്ഷമയെ നമുക്ക് പരീക്ഷിക്കേണ്ട. ഇതിനെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം. ഇനിയിപ്പോൾ നമുക്ക് ഇവരെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിങ്ങനെ നേരെ ഇതിനൊന്ന് പൊളക്കും. നമ്മൾ തൊലി കളയുന്നേ ഇല്ല. അതിനുശേഷം എന്താ നോക്കിക്കോ, ഉണ്ടോ, 1 2 3. നിങ്ങൾ നോക്കിക്കോ, ഇതിന്റെ തിക്നെസ് നിങ്ങൾക്ക് കാണാലോ അല്ലേ, കണ്ടോ. അതുപോലെ കുറച്ച് തിക്കായിട്ടാണ് നമ്മൾ ഇവനെ എടുക്കുന്നത്, കണ്ടല്ലോ. ഇതും അങ്ങനെ തന്നെ നമുക്ക് മുറിച്ചെടുക്കാം. അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് കാണാനും പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള എല്ലാ ഉരുളക്കിഴങ്ങും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പം ഇത്ര അരിഞ്ഞതിന് ശേഷം നമ്മുടെ പൊട്ടറ്റോ 2-3 പ്രാവശ്യം നന്നായിട്ട് വെള്ളത്തിൽ കഴുകി അതിൻ്റെ സ്റ്റാർച്ചൊക്കെ കുറച്ച് കളയുക. ഓക്കെ, നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് മാക്സിമം നമ്മൾ 80 അല്ലെ 85% വേവിക്കുള്ളൂ. നമുക്ക് ഇതിലേക്ക് ഒരു ശകലം ഉപ്പ് മാത്രം ആഡ് ചെയ്ത് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് കുക്കറിലോ എങ്ങനെ വേണമെങ്കിലും വെക്കാം, പക്ഷേ അധികം വെന്ത് പോലെ ഞാൻ ഈ പറഞ്ഞ കണക്കിൽ കൂടുതൽ കേട്ടോ. അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് അവിടെ ഇരുന്ന് അങ്ങോട്ട് വേകട്ടെ. ആ സമയത്ത് നമുക്കൊരു പാത്രം എടുക്കാം. അതിലേക്ക് നമുക്കൊരു ബാറ്റർ പ്രിപ്പയർ ചെയ്യാം. ഈ ബാറ്റർ മുക്കിയായിരിക്കും നമ്മുടെ പൊട്ടേറ്റോസ് വറുത്ത് എടുക്കാൻ പോകുന്നത്. മനസ്സിലായല്ലോ അല്ലേ. ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർക്കേണ്ട ഐറ്റം എന്ന് പറയുന്നത് 1/2 കപ്പ് അരിപ്പൊടി, നമുക്ക് 1/4 കപ്പോളം നമുക്കൊരു കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. മൈദയും നമുക്കൊരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു ബേക്കിംഗ് സോഡ, നിങ്ങൾക്ക് വേണമെങ്കിലേ ഉള്ളൂ, ഓപ്ഷണൽ ആണിത്. നമുക്കൊരു പിഞ്ച് കേട്ടോ, ഒരു നുള്ള് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ആവശ്യത്തിന് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഇച്ചിരി ഉപ്പ് വെതറും, ക്രഷ് ചെയ്ത കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് കണ്ടോ, കുറച്ച് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മതി, ഇത് ഓപ്ഷണലാണ്. ഒരു ചെറിയ പുളി വരട്ടെന്ന് വിചാരിച്ച് മാത്രം അത്ര ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇടാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി. ഞാൻ ഒരു നുള്ള ഇടുന്നുള്ളൂ, ഇതും ഓപ്ഷണലാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നു ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇരുന്നാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇത് നമ്മുടെ കൂടപ്പുറപ്പാണല്ലോ മഞ്ഞൾപ്പൊടി. നിങ്ങൾ കണ്ടോ, ഞാൻ അറിയാതെ വെള്ളം ഒഴിച്ച് പോയതാണ്. നിങ്ങൾ ഈ അവസ്ഥയിൽ വെള്ളം ഒഴിക്കരുത്. എല്ലാ സംഭവങ്ങളും ആഡ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇച്ചിരി വെളുത്തുള്ളി ആഡ് ചെയ്യാം. കണ്ടോ, ഞാനൊരു 5 വെളുത്തുള്ളി ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ടായിരിക്കും നമ്മുടെ മിക്സിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ചേർക്കേണ്ടത് ക്രഷ്ഡ് ചില്ലിയാണ്. നിങ്ങളുടെ ക്രഷ്ഡ് ചില്ലി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വറ്റൽമുളക് എടുക്കുക. നിങ്ങൾക്ക് ഒന്നുകിൽ വറ്റൽമുളകിനെ ഇങ്ങനെ ഇടാം, അല്ലെങ്കിൽ ചെറുതായിട്ട് നമ്മുടെ ചീനിച്ചട്ടിയിൽ വന്നിട്ട് ഇതിൻ്റെ ആ പച്ചച്ചവ ഒന്ന് മാറ്റി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി മുളക് പൊടി ചേർത്താലും മതി. പക്ഷേ ഇതിങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇത് ഒത്തിരി പൊടിച്ചൊന്നുമല്ല നമ്മൾ എടുക്കുന്നത്, ഇങ്ങനെ ഫ്ലേക്സ് ആയിട്ട് എടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതിനെ ചെയ്തിട്ട് വരാം. നിങ്ങൾക്ക് കാണാമല്ലോ, കണ്ടോ, ഇത് കണ്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ക്രഷായിട്ട് കിട്ടും. ഇതിനെ നമ്മുടെ ആ പൊടിയിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ആ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വെള്ളവും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചില്ലിപ്പൊടിയൊക്കെ ഇട്ട് ഞാനതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഇതിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം ബാറ്റർ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒത്തിരി ക്രീമിയോ കട്ട പിടിച്ചിരിക്കത്തക്ക രീതിയിൽ ചെയ്യൽ, കുറച്ച് ലൂസായിട്ട് വേണം ഇതിനെ പ്രിപ്പയർ ചെയ്തെടുക്കുവാൻ വേണ്ടി. ഓക്കെ, ഇതിപ്പോൾ ഏകദേശം നിങ്ങൾ കണ്ടോ, ഇതിൻ്റെ ആ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നല്ലോ അല്ലേ. ഒത്തിരി കട്ട പിടിച്ചാണോ അതുമല്ല, എന്നാൽ ഒരു ക്രീമി അവസ്ഥയിൽ എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാമെന്നുള്ളൂ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം. ഇനി ജിഞ്ചർ പേസ്റ്റ് തന്നെ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. മസാല ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിന് ഇതിനെ ഏത് രീതിയിലേക്ക് വേണമെങ്കിലും മാറ്റിയെടുക്കാവുന്നുള്ളൂ. നമ്മുടെ മിക്സ് നല്ല സുന്ദരമായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഗാർലിക്ക്, നമ്മുടെ വെളുത്തുള്ളി എല്ലാം കൂടെ അരച്ച് ചേർത്തിപ്പോൾ നല്ല സുന്ദരമായിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ആകെ ഒരു കളർഫുൾ ആണ് ഇതിനകത്ത്. ഇനിയിപ്പോൾ ഇത് പൊട്ടറ്റോയും കൂടെ മിക്സ് ചെയ്തിടുമ്പോൾ അടിപൊളിയായിരിക്കും. ഓക്കെ, നോക്കിക്കേ, നമ്മുടെ കിഴങ്ങിനെ ഞാൻ വേവിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. ഉണ്ട്, ഇതിനകത്ത് ചെറിയൊരു പീസ് ഉണ്ടായിരുന്ന വെന്ത ലക്ഷണം കാണുന്നുണ്ട്. എനിവേ കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഇനി നമ്മുടെ ബാറ്ററിൽ മുക്കി ജസ്റ്റ് എണ്ണയിൽ വറക്കുക, അത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പാൻ വെച്ചു, അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് വറന്ന് നമുക്ക് കിട്ടണമല്ലോ, അതുകൊണ്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ചെറിയ പാത്രം മുക്കാക്കി അതേ ഓയിൽ നമുക്ക് വേസ്റ്റ് ആവത്തുമില്ല. അപ്പോൾ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ഓയിലാണ് നമുക്ക്
ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ വറക്കുന്നതിന് ഇപ്പോൾ ഒന്ന് ഉപയോഗിച്ചതിന് ശേഷം ഒന്ന് അരിച്ച് മാറ്റി ക്ലിയർ ആക്കി ആ ഓയിൽ മാറ്റിയിട്ട് രണ്ടല്ലേ അങ്ങ് അറ്റം പോയ 3 പ്രാവശ്യക്കുള്ളിൽ നിങ്ങൾ ഉപയോഗിക്കരുത് കേട്ടോ. വറുത്ത ഓയിലിൻ്റെ മേളിൽ കൂടി വീണ്ടും ഓയിലിട്ട് അങ്ങനെയൊന്നും ഉപയോഗിക്കരുത്. നല്ലതാണെങ്കിൽ മാത്രം ഉപയോഗിക്കാവുള്ളേ. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പൊട്ടറ്റോസ് ഈ ബാറ്ററിൽ മുക്കിയെടുത്തിട്ട് ഇട്ട് കൊടുക്കുക. മുക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇച്ചിരി കൂടെ എണ്ണ ചൂടാവണമായിരുന്നു തോന്നുന്നു. നമ്മളിതുപോലെ മുക്കിയെടുക്കുന്നു. ജസ്റ്റ് ഒരു കോട്ടിങ് മാത്രം കിട്ടുന്നു. എന്നിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ജസ്റ്റ് മുക്കി പൊക്കുക, ഇടുക. നിങ്ങൾ കുറച്ച് വീതം എടുത്ത് വറക്കുക. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് തട്ടുന്നതിലും നല്ലതായിരിക്കും. കുറച്ച് വീതം ഇടുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇത് മുഴുവൻ ഒന്ന് വറുത്തെടുക്കാം. ഓക്കെ, ഒത്തിരി ഹൈ ഫ്ലെയിമിലിടല്ലേ, ഫ്ലെയിം താത്ത് ഇട്ട് കൊടുക്കുക. നോക്കിക്കേ, നമ്മുടെ വെഡ്ജസ് ഇതിനകത്ത് കിടന്ന് തിളച്ച് മറിയുന്നുണ്ട്. അതിനെ നമുക്ക് ഇടയ്ക്കൊന്ന് പതുക്കെ ഒന്ന് മറിച്ചിട്ട് നോക്കാം. ഇത് കണ്ട് നിങ്ങൾ ഞെട്ടണ്ട കേട്ടോ. ഇനി കൈ കിട്ടിയപ്പോൾ എടുത്തിട്ടങ്ങ് മറിക്കുകയാണ്. ഇതേ വരുന്ന ആ ഒരു കോട്ടിങ് നിങ്ങൾ കണ്ടോ? നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് കഴിക്കാൻ. നമ്മൾ സാധാരണ ഒരു പൊട്ടറ്റോ ചിപ്സ് കഴിക്കുന്നതിലും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്തെടുത്താൽ. ഉണ്ടോ? പെട്ടെന്നാവുകയും ചെയ്യും, സമയം ഒട്ടുമേ എടുക്കത്തില്ല. ഒരു വെറൈറ്റി ടേസ്റ്റ്. നിങ്ങൾക്ക് ചായയുടെ കൂടെ ഒക്കെ ഇരുന്ന് ചുമ്മാ ഇരുന്ന് ഒരു 4 മണിക്കടി പോലെ കഴിക്കണമെങ്കിൽ കഴിക്കാം. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഇനി ചിക്കൻ വല്ലതും വറുത്ത് കൂട്ടത്തിൽ വെച്ച് സൈഡ് ഡിഷായിട്ട് എന്നാ പറയുന്നത് സോസൊക്കെ കൂടി കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. കുട്ടികൾക്ക് എത്ര കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ കൊടുത്ത് അവർ കഴിച്ചു പോകും. അവരെപ്പറ്റി ഫുഡിൻ്റെ കാര്യത്തിൽ ഓർത്ത് വിഷമിക്കേണ്ടി വരത്തില്ല. വല്ലപ്പോഴും ഒരു ടേസ്റ്റ് വ്യത്യാസത്തിൽ കഴിക്കാൻ നല്ലതല്ലേ ഇത്? ഓക്കെ, നോക്കിക്കേ സംഭവം എന്നാ ഭംഗിയായിട്ട് വന്നേക്കുന്നത് നോക്കിക്കേ. അവനങ്ങോട്ട് മൊരിഞ്ഞ് നല്ല കിലാന്നാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇങ്ങനെ പിടിക്കുക, ഒത്തിരി കരിഞ്ഞു പോകാൻ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. നല്ല സുന്ദരമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ നമ്മുടെ പൊട്ടറ്റോ വെഡ്ജസ് എന്നാ സൂപ്പറായിട്ട് ഇരിക്കുന്നത് നോക്കിക്കേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടും. നല്ലൊരു ഫ്ലേവർ ഉണ്ട്, നല്ലൊരു മണമാണ്. നിങ്ങൾക്കറിയാലോ നമ്മൾ ഉരുളക്കിഴങ്ങ് വറക്കുമ്പോൾ ആ ഒരു മണം നിങ്ങൾക്ക് ഊഹിക്കാമെന്നുള്ള. അതിനകത്തോട്ട് ഈ ഫ്ലേവറോട് വരുമ്പോൾ എന്നെ ടേസ്റ്റാന്ന് നോക്കി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല കാര്യങ്ങളുമായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.